ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വാഴയിൽ ചുട്ടു ഇതുപോലൊരു അപ്പം ഉണ്ടാക്കിയെടുത്തൊരു 4 മണി പലഹാരം. ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ്. ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ജീരകം കൂടി ചേർത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക, അവരൊന്ന് മയമായിക്കോട്ടെ. കുഴച്ച് മയമായിട്ട് വരുമ്പോൾ ഇതുപോലൊരു പരുവത്തിൽ കിട്ടണം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ ഇലയിലൊന്ന് പരത്തിയെടുക്കാനുള്ള ഒരു പരുവത്തിൽ ഇതുപോലൊരു ഇതിൽ കിട്ടണം. ഇനി അതിൻ്റെ അകത്ത് വെക്കാനുള്ള നമുക്ക് ആ മിക്സ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് എടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങ ചിരവിയതാണ്. അതിലേക്ക് കുറച്ച് ജീരകവും ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ശർക്കര, ഒരു പകുതി മുക്കാൽ ശർക്കര, മധുരത്തിനനുസരിച്ച് പകുതി മുക്കാൽ ശർക്കരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കണം. അതിനകത്ത് വെക്കാൻ ഇതുപോലെ ഒരു ചെറിയൊരു നേന്ത്രപ്പഴം കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇല ഇതുപോലെ വാഴയിൽ നല്ല വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ആ മാവ് ഇതുപോലെ അതിലേക്ക് തേച്ചൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ അടയ്ക്ക് ചുട്ടെടുക്കില്ല, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഏകദേശം ഇലയിൽ ഇതുപോലെ ഒന്ന് കട്ടി കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ശർക്കരയും തേങ്ങയും കൂടി അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അതെല്ലാം ചുറ്റും പറ്റുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ നേന്ത്രപ്പഴം ഒന്ന് ചീകി എടുക്കുന്നുണ്ട്. ഒരു കട്ടി കുറച്ച് ഒരു പഴത്തിന് ചീകി എടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്തത് 2 വശവും നല്ലപോലെ അമക്കി ഒന്ന് പൊതിഞ്ഞ് കൊടുക്കണം. നല്ലതുപോലെ അമർത്തി അത് അപ്പുറം ഒന്ന് പൊളിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇതുപോലെ ഒരു സെറ്റപ്പിലൊന്ന് എടുക്കണം. അപ്പോഴത്തേക്കിന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്ക് ആ മാവെല്ലാം സെപ്പറേറ്റ് അപ്പുറം ഒന്ന് അടഞ്ഞു കിട്ടിക്കോളും. അങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഓട്ടുചട്ടിയിലിട്ട് വറുത്തെടുക്കാനൊക്കെ പറയത്തില്ലേ, അതുപോലെ ചൂട് കൊള്ളിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടി പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് ചൂട് വെച്ച് അതൊന്ന് പൊളിച്ചെടുക്കണം. ഒരു വശം വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഇലയൊന്ന് ചുരുങ്ങാൻ തുടങ്ങും. അത് സമയമാകുമ്പോഴത്തേക്കിനും അതൊന്ന് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ 2 വശവും വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊന്നും ഇല്ലാതെ തന്നെ വാഴയിൽ തന്നെ നമ്മൾ ചുട്ടെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ അതിലുള്ളിൽ വെച്ച ശർക്കരയും അതുപോലെ തന്നെ വാഴപ്പഴവും എല്ലാം ഇതുപോലെ ഒന്ന് വെന്ത് അതൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായ, കട്ടൻ ചായയുടെ കൂടെ ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.